ഗൈസ് ഇത് എന്തിനാണ് ഇവൻ കൊണ്ടുവരണേന്ന് അറിയാമോ? ഇവന് ഫുഡ് വേണമെന്നുള്ള സമയത്തല്ലേ ഇവൻ ഇങ്ങനെ കൊണ്ടുവരും. ഇതാണ് ഇവൻ്റെ സിമ്പിൾ. ഇവന് വിശക്കട് എന്നുള്ളൊരു സിമ്പിളാണിത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇവൻ കൊണ്ടുവന്ന് കാലിലിങ്ങനെ ഇടിച്ച് കാണിക്കും. അപ്പത്തേക്കും നമ്മൾ വാങ്ങിയില്ലെങ്കിൽ ഇവിടെ കൊടുന്ന് കുരയ്ക്കും. വായിൽ ബോൾ വെച്ചിട്ട് തന്നെ കുരയ്ക്കും. ഞാൻ ഇപ്പം കാണിച്ചു തരാം. തന്നു. എന്തായാലും എൻ്റെ കുട്ടി തളർന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഞാൻ അവനൊരു അടിപൊളി ഡിന്നറൊക്കെ തയ്യാറായി കൊടുക്കാമെന്നങ്ങ് വിചാരിച്ച്. അപ്പോൾ അവൻ്റെ ഡിന്നറിനുള്ള എല്ലാം ഞാൻ കട്ട് ചെയ്തോട് വെച്ചിട്ടുണ്ടേ. അതാണ് ഈ കാണുന്ന ക്യാരറ്റ്, പംകിൻ, ചിക്കൻ, സോയ. ഫസ്റ്റ് നമുക്ക് ചിക്കൻ കൊടുക്കാം. എന്തായത് സോസായിരുന്നു അതിൻ്റെയാണ്. പിന്നെ നമുക്ക് സോയ. ഈ സോയ അടിപൊളി സാധനമാണ്. ഇവിടെ സ്കിന്നിനും പിന്നെ പ്രോട്ടീൻ വെച്ചൊക്കെയാണത്. എനിക്കങ്ങനെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റ് ഇങ്ങനെ ഇവരെ കട്ടി കൊടുക്കുക പറഞ്ഞാൽ ലാസ്റ്റ് ഞാൻ പറയാം. ലാസ്റ്റ് നമുക്ക് പംകിൻ ഇട്ട് കൊടുക്കുക. ഇത് ഇവരുടെ ഡൈജഷന് നല്ലതായിട്ടൊരു സാധനമാണ് പംകിൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു 2 ആഴ്ച കൂടുമ്പോഴത്തേക്ക് ഇങ്ങനെ കൊടുക്കാറുണ്ട് ഈ പംകിൻ. ഞാൻ എപ്പോൾ ഇവിടെ കുക്ക് ചെയ്യാൻ കയറിയാൽ ആശ അവിടെ തന്നെ കാണും. എപ്പോഴും അവിടെ തന്നെ അങ്ങ് കിടക്കും. അവൻ എന്തെങ്കിലും കിട്ടോ, തറയിൽ വീണ തിന്നാൻ പറ്റുമോ എന്നൊക്കെ നോക്കി. അങ്ങനെ നമ്മളെ പീക്കോടെ ഡിന്നറായി ഗൈസ്. ഞാൻ ലാസ്റ്റ് വേവിച്ചപ്പോഴത്തേക്ക് കുറച്ച് മഞ്ഞൾ കൂടി ഇട്ടിട്ടുണ്ട്, ഒരു നുള്ള്. അപ്പം മഞ്ഞൾ ഇട്ടില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും കുഴപ്പമായല്ല, ഒന്നതേ കുഴപ്പമുണ്ട് അല്ലേ പീക്കോ? എന്തായാലും നമുക്കിത് കൊടുത്തു നോക്കാം. ഞാൻ ഇവിടെ കുറച്ച് ശീലങ്ങൾ അവനെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. എവിടെ കൊണ്ടുപോകണം? ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ നമ്മൾ വലിയ പീസായിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ താഴെ എടുത്ത് കഴിക്കും. അപ്പോൾ ഇവിടെ ഫുൾ കൊള്ളാമില്ലേ? അതുകൊണ്ട് ഈ ചെറിയ പീസായിട്ട് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. കഴിച്ചോ. അപ്പോൾ അവൻ്റെ ഡിന്നറെല്ലാം കഴിഞ്ഞ് നിങ്ങളിങ്ങനെയാണ് ഡോഗിനൊക്കെ ഇങ്ങനെ ഫുഡ് ഫീഡ് ചെയ്യണത്? ഞാൻ ഇങ്ങനെയാണ്. ഞാൻ ഇങ്ങനെ ഇത്രയും ലക്ഷറി ആയിട്ടൊന്നും കൊടുക്കൂല. ക്യാരറ്റ്, ചിക്കൻ ഇത് രണ്ടുമാണ് ഡെയിലി കൊടുക്കണത്. അത് തന്നെ അവന് ലക്ഷറിയാണ്. നമുക്ക് ചിക്കനും മീനൊന്നും ഇല്ലെങ്കിലും അവന് ചിക്കനും മീനും ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റ ബൈ ബൈ, സീ യു.